നമുക്കിന്ന് FM1 ലാസ്റ്റ് മോഡ്യൂൾ നോക്കാം. മോഡ്യൂൾ 6 ബൗണ്ടറി ലെയർ തിയറി. നമുക്ക് ആദ്യം തിയറി പോർഷൻസ് നോക്കാം. നമുക്ക് മെജോറിറ്റി നമുക്കിൻ്റെ തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. ആ തിയറിയിൽ നിന്ന് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഒരു പ്രോബ്ലം ആണ് പൊതുവേ വരാറുള്ളത്. സോ നമുക്ക് ആദ്യം തിയറി നോക്കാം. വെൻ എ റിയൽ ഫ്ലൂയിഡ് എന്നൊരു ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഫ്ലൂയിഡ് നമ്മളൊരു സോളിഡ് ബോഡി അല്ലെങ്കിൽ ഒരു സോളിഡ് വാളിൽ കൂടെ പാസ് ചെയ്യുമ്പം അതെന്താണ്, അതിൻ്റെ ബൗണ്ടറിയിലോട്ട് അത് ഒട്ടും. ആ വെള്ളം നമ്മളിപ്പോൾ ബൗണ്ടറീസിൽ ഒട്ടിയിരിക്കണല്ലേ, അതൊരു ഒട്ടും. അതിനെയാണ് നമ്മൾ നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം വെള്ളം എന്തെയും ബൗണ്ടറിയുടെ അടുത്തോട്ട് എത്തുമ്പം ബൗണ്ടറിയുടെ സെയിം വെലോസിറ്റി ആയിട്ട് മാറും. മിക്കവാറും കേസസിൽ ബൗണ്ടറി സ്റ്റേഷനറി ആണ്. അങ്ങനെ ബൗണ്ടറി സ്റ്റേഷനറി ആണെങ്കിൽ ബൗണ്ടറിയുടെ വെലോസിറ്റി എന്താ? 0. അതുപോലെ വെള്ളത്തിൻ്റെ വെലോസിറ്റി എന്താവും? 0 ആവും. അപ്പം അതാണ്. അപ്പം വെലോസിറ്റി ബൗണ്ടറിയുടെ അടുത്ത് 0 ആണ്. പക്ഷെ അതേസമയം ബൗണ്ടറിയിൽ നിന്ന് വിട്ട് കുറച്ച് മാറി നമ്മൾ നോക്കുവാണെങ്കിൽ വെലോസിറ്റി എന്താണ്? നമ്മുടെ ഹോൾ സ്ട്രീമിൻ്റെ വെലോസിറ്റി സെയിം അല്ലെങ്കിൽ യൂണിഫോം ആയിരിക്കും. യൂണിഫോം വെലോസിറ്റി തന്നെ ആയിരിക്കും. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ സിമ്പിളാണ്. സത്യം പറഞ്ഞാൽ ചുരുക്കി നമുക്ക് പറയാം. അത്രയും കാര്യം മാത്രമേ ഈ വലിച്ചു വാഴി ഈ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ളൂ. സോ നമ്മൾ ഇതുപോലെ ഇത്രയും പഠിച്ച് ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പകരം നമ്മൾക്ക് മനസ്സിലായ രീതിയിൽ ഓൺ വേർഡ്സിൽ അവിടെ എഴുതിയാൽ മതി. പൊതുവേ സ്പ്ലിറ്റ്സ് ആയിട്ടാണ് ചോദിക്കാറ്. 1-2 മാർക്ക്, ലൈക്ക് ബൗണ്ടറി ലെയർ എന്താണ്, തിക്നെസ് എന്താണ്, അങ്ങനെ ചോദിക്കാറുള്ളൂ. 5-2-3 മാർക്കിനൊക്കെ. അപ്പോൾ സ്പ്ലിറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലായ ഓൺ വേർഡിൽ നമ്മളത് എഴുതിയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വെലോസിറ്റി നമ്മുടെ ബൗണ്ടറിയുടെ അടുത്ത് അത് 0 ആണ്. കാരണം അത് അങ്ങോട്ട് ഒട്ടാനുള്ള ടെൻഡൻസി അതിനുണ്ട്. പക്ഷെ അതേസമയം നമ്മൾ സ്ട്രീമിലെ വെലോസിറ്റി എന്താണ്? സ്ട്രീം വെലോസിറ്റി u ആണ്. അപ്പം നമ്മൾ കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്? അതിന് u തന്നെയാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഈ 0 തൊട്ട് ഈ u വരെ ഒരു ഇൻക്രീസ് ഇൻ വെലോസിറ്റി അവിടെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. ലൈക്ക് കാരണം ഈ ത്രൂ ഔട്ട് ഡിസ്റ്റൻസ് അല്ലേ, കുറച്ച് ഡിസ്റ്റൻസിലല്ലേ ഇത് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പം എന്താണ്? അവിടെ ഒരു വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഉണ്ട്. വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ du/dy ഉണ്ടെങ്കിൽ എന്താണ്? അവിടെ ഷിയർ സ്ട്രെസ്സും ഉണ്ട്. കാരണം നമുക്ക് ഷിയർ സ്ട്രെസ് അറിയാം, u × du/dy ആണ്. അപ്പം എന്താണ്? പിന്നെ ഒരു u എത്തിക്കഴിഞ്ഞാൽ പിന്നെ u കോൺസ്റ്റന്റ് ആണ്. പിന്നെ ചേഞ്ച് ഇൻ u അവിടെ സംഭവിക്കുന്നില്ല. അപ്പം പിന്നെ അവിടെ ഒരു വെലോസിറ്റി ഗ്രേഡിയൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ആ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് വരെ ഉള്ള ആ ബൗണ്ടറി തൊട്ട് ഏത് ഡിസ്റ്റൻസ്, ഇതൊരു വളരെ മൈന്യൂട്ട് ഡിസ്റ്റൻസിലാണ് ഈ ബൗണ്ടറി ലെയർ ഉള്ളത്. അതാണ് ആ നമ്മുടെ സോളിഡിൻ്റെ ബൗണ്ടറി തൊട്ട് ആ വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്നത് വരെയുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ഈ തിയറം ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പം ഈ ഒരു നാരോ ലെയർ വേറെ ഈ നമ്മുടെ വെലോസിറ്റി ഗ്രേഡിയൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു നാരോ ലെയറിനെയാണ് നമ്മൾ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. അല്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ ഒരു നാരോ ലെയറിനെയാണ് നമ്മൾ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. ഇനി അപ്പം ഞാൻ പറഞ്ഞ അനുസരിച്ച് എന്താണ്, ഈ ഇപ്പം നമുക്ക് ഒരു ഫ്ലൂയിഡ് ഒരു സോളിഡ് ബൗണ്ടറി കൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ 2 ലെയറായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ബൗണ്ടറി ലെയർ, നമ്മുടെ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഉള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ഷിയർ സ്ട്രെസ് ഉള്ള സ്ഥലം. പിന്നെ അതിൻ്റെ മുകളിലോട്ട് വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഇല്ല, ഷിയർ സ്ട്രെസ് ഇല്ല. ഇനി നമുക്ക് ബൗണ്ടറി ലെയർ തിക്നെസ് നോക്കാം. അപ്പം ഇത് തിക്നെസ് നമുക്ക് 3 തിക്നെസ് ഉണ്ട്. 3 തിക്നെസ്സിന് ഒരു ഡെഫിനേഷൻ ഉണ്ട്. ആ ഡെഫിനേഷനും ഫോർമുലയും മാത്രം പഠിച്ചാൽ മതി. ഡെറിവേഷൻ നിങ്ങൾക്ക് ചോദിക്കത്തില്ല. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ നോമിനൽ ബൗണ്ടറി ലെയർ തിക്നെസ്. അതിന് നമ്മൾ ഇങ്ങനെ സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സിഗ്മ എന്നല്ല, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. റോഡിൻ്റെ ഒരു ഷേപ്പ് പോലെ. അപ്പോൾ എന്താണ്? ദ ഡിസ്റ്റൻസ് മെഷേർഡ് നോർമൽ ടു ദ സോളിഡ് ബൗണ്ടറി ലെയർ വെയർ ദ ലോക്കൽ വെലോസിറ്റി ഇസ് 99% ഓഫ് വെലോസിറ്റി ഓർ ഫ്രീ സ്ട്രീം വെലോസിറ്റി. നോമിനൽ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഡെഫിനിഷൻ. എന്ന് പറയുമ്പോൾ ആ ഡിസ്റ്റൻസ് വേറെ എന്താണ്? 0 to 99% ഓഫ് ദ സ്ട്രീം വെലോസിറ്റി വരെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ നോമിനൽ ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ത്രൂ ഔട്ട് ഈ തിക്നെസ് ഒരു റിഡക്ഷൻ ഇൻ ഡിസ്ചാർജ് ഉണ്ടാവും ആൻഡ് ഒരു റിഡക്ഷൻ ഇൻ മൊമെന്റം കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ ആ ഡിസ്ചാർജും മൊമെന്റും കൈനറ്റിക് എനർജിയുടെ ഒക്കെ റിഡക്ഷന് ഓരോരോ ഡിസ്റ്റൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോരോ തിക്നെസ് ഉണ്ട്.
ലൈക്ക് ഈ റിഡക്ഷൻ ആൻഡ് ഡിസ്ചാർജിന് നമ്മളൊരു തിക്നെസ് പറയും, ഒരു മൊമെന്റത്തിന് ഒരു തിക്നെസ് പറയും, കൈനറ്റിക് എനർജിക്ക് ഒരു തിക്നെസ് പറയും. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഡെഫിനിഷൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് വേണ്ട 3 തിക്നെസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്, ഒന്ന് മൊമെന്റം തിക്നെസ്, ഒന്ന് എനർജി തിക്നെസ്. അപ്പോൾ ഫസ്റ്റ് വൺ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസിന്റെ ഡെഫിനിഷനാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് 2 മാർക്കിന് വെച്ചാൽ ഈ ഡെഫിനിഷനും വേണ്ടേ ഈ ഇക്വേഷനും അവിടെ എഴുതി വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് നോർമൽ ടു ദ സോളിഡ് ബൗണ്ടറി ബൈ വിച്ച് ദ ബൗണ്ടറി ഷുഡ് ബി ഡിസ്പ്ലേസ്ഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദ റിഡക്ഷൻ ഇൻ ഫ്ലോ റേറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർ മെഷർ. എന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞു ത്രൂ ഔട്ട് ഡിസ്റ്റൻസ് എന്താണ്, ഒരു റിഡക്ഷൻ ഇൻ ഡിസ്ചാർജ് ഉണ്ടാവും, മൊമെന്റം ഉണ്ടാവും, കൈനറ്റിക് എനർജി ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അപ്പം എത്രത്തോളം നമ്മൾ ആ ബൗണ്ടറി ലെയർ മൂവ് ചെയ്യണം ടു എത്ര 30 താഴോട്ടോ മുകളിലോട്ടോ മൂവ് ചെയ്യണം ടു കോമ്പൻസേറ്റ് എന്താണ് ആ റിഡക്ഷനിൽ ആ ഡിസ്ചാർജ് എത്ര റിഡക്ഷൻ ചെയ്തു അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ എത്ര നമ്മൾ നമ്മുടെ ബൗണ്ടറി ലെയറിനെ മൂവ് ചെയ്യണം എന്നുള്ള തിക്നെസ്സിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് മെഷേർഡ് നോർമൽ ടു ദ സോളിഡ്. നോർമൽ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്, അതിന് വളഞ്ഞ് പാരബോളയുടെ ലെങ്ത് ഒന്നും അല്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. It is a distance measured normal to the solid boundary by which the boundary should be displaced to compensate for the reduction in flow rate on the account of boundary layer for measure. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറഞ്ഞാൽ. ഈ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്സിന് ഇവിടെ ഒരു ഫോർമുലയും ഉണ്ട്. നമ്മൾ നേരത്തെ നോമിനൽ ബൗണ്ടറി തിക്നെസ്സിൽ നിന്ന് ഇതൊരു സ്റ്റാറും കൂടി ഇട്ട് കൊടുക്കണം ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്സിന്. അപ്പോൾ 0 to ബൗണ്ടറി ലെയർ തിക്നെസ് വരെ 1 minus mu by v into dy. ഈ mu by v ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. നെക്സ്റ്റ് മൊമെന്റം തിക്നെസ്, ഇതേ സെയിം ഡെഫിനിഷൻ തന്നെ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് മെഷേർഡ് നോർമൽ to the solid boundary by which the boundary should be displaced to compensate for the reduction in momentum or on account of boundary layer for measure. നേരത്തെ സെയിം ഡെഫിനിഷനിൽ റിഡക്ഷൻ ഇൻ ഫ്ലോ റേറ്റ് മാറ്റി റിഡക്ഷൻ ഇൻ മൊമെന്റം എന്നാക്കണം. അതാണ് മൊമെന്റം തിക്നെസ്. ആൻഡ് അതിൻ്റെ ഒരു എന്താണ് ഇക്വേഷൻ ആണ് ഈ തന്നേക്കുന്നത്. എന്ന് പറയുമ്പോൾ സെയിം സംഭവം എത്രത്തോളം നമ്മൾ മൂവ് ചെയ്യണം മൊമെന്റത്തിൽ റിഡക്ഷൻ വന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് മൊമെന്റം തിക്നെസ് എന്ന് പറഞ്ഞാൽ. ഈ ഇക്വേഷനിൽ ഈ മ്യൂവും വി ഇൻ ടേംസ് ഓഫ് വൈ നമുക്ക് തരും, എന്നിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. നെക്സ്റ്റ് വൺ എനർജി തിക്നെസ്, സെയിം ഡെഫിനേഷനകത്ത് എന്താണ് റിഡക്ഷൻ ഇൻ എനർജി ആക്കണം. അപ്പോൾ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിസ്റ്റൻസ് മെഷേർഡ് നോർമൽ ടു ദ സോളിഡ് ബൗണ്ടറി ബൈ വിച്ച് ദ ബൗണ്ടറി ഷുഡ് ബി ഡിസ്പ്ലേസ്ഡ് ടു കോമ്പൻസേറ്റ് ഫോർ ദ റിഡക്ഷൻ ഇൻ എനർജി ഓൺ അക്കൗണ്ട് ഓഫ് ബൗണ്ടറി ലെയർ ഫോർ മെഷർ. അതിനും നമുക്കൊരു ഇതേൻ്റെ ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ വേണം നമ്മൾ അതിന് യൂസ് ചെയ്യാൻ. സെയിം ഇവിടെ എന്താ എനർജി റിഡക്ഷന് വേണ്ടി സംഭവിക്കുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം നമ്മുടെ ബൗണ്ടറി ലെയറിന് മൂവ് ചെയ്യണം, അതാണ് എനർജി തിക്നെസ് എന്ന് പറഞ്ഞാൽ. ഇനി ഷേപ്പ് ഫാക്ടർ എന്നൊരു സാധനമുണ്ട്. എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ബൈ മൊമെന്റം തിക്നെസ്. ഇതാണ്ട് മൊമെന്റം തിക്നെസ് അല്ല തീറ്റ റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ഡെൽറ്റ സ്റ്റാർ ആണ് ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഷേപ്പ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ബൈ മൊമെന്റം തിക്നെസ് ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്പ് ഫാക്ടർ കിട്ടും. അപ്പം 3 തിക്നെസ് ആയി. ഇനി നമുക്ക് വേണ്ടത് വേറെ കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ലാമിനാർ ബൗണ്ടറി ലെയർ ആദ്യം നമുക്ക് നോക്കാം. അതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു സ്ട്രീം ഓഫ് വിത്ത് യു വെലോസിറ്റി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഒരു സോളിഡ് ലെയർ ഉണ്ട്. അപ്പം ഈ സോളിഡ് ലെയർ ഈ ഇതൊരു സ്മൂത്ത് ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. ഇതിന് നമ്മുടെ ഫ്ലോ വെലോസിറ്റിക്ക് പാരലൽ ആയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ആൻഡ് എന്താണ് ഇതിൻ്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യാണ് എന്ന് നമ്മൾ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. ഈ പാരലായിട്ട് വെച്ച് അപ്പോൾ ഈ ഫ്ലോ വെലോസിറ്റിൻ്റെ മുകളിൽ കൂടെ മൂവ് ചെയ്യണം. അപ്പോൾ എന്താണ് വെലോസിറ്റി ഞാൻ പറഞ്ഞു അറ്റ് സർഫസ് ടച്ച് ചെയ്യുമ്പം വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് ഷുഡ് ബി ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് ദ പ്ലേറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞു ഫ്ലൂയിഡിൻ്റെ ഇതിൻ്റെയും വെലോസിറ്റി സെയിം ആയിരിക്കണം. അപ്പം ഫ്ലൂയിഡ് സ്റ്റേഷനറി പ്ലേറ്റ് സ്റ്റേഷനറി ആയതുകൊണ്ട് എന്താണ് ആ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് നമ്മൾ സർഫസിനെ ടച്ച് ചെയ്യുന്നതിൻ്റെ അവിടെയും 0 ആണ്. ഓക്കെ, അപ്പം എന്താണ് ഇതിൻ്റെ അടുത്തോട്ട് ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ വെലോസിറ്റി 0 ആയില്ലേ. അപ്പം ഇത് പതുക്കെ ഈ ലെയർ ഗ്രോ ചെയ്യും. കാരണം ഇവിടെ വെലോസിറ്റി 0 ആയി,
പിന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെലോസിറ്റി യു വരെ സ്ട്രീംഡ് വെലോസിറ്റി യു ആണ്. അപ്പം du/dx നമ്മുടെ വെലോസിറ്റി ഗ്രേഡിയന്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ വെലോസിറ്റി ഗ്രേഡിയന്റ് അവിടെ വന്നെന്ന് പറഞ്ഞാൽ അവിടെ ഷിയർ സ്ട്രെസ് ഉണ്ട്. ഷിയർ സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഷിയർ റെസിസ്റ്റൻസ് വന്നു. അപ്പം എന്താണ്, അത് ഫർദർ ഫ്ലോന്റെ വെലോസിറ്റി കുറയ്ക്കും. അപ്പം ഇവിടെ ടച്ച് ചെയ്ത വെള്ളം നമ്മൾ പിന്നെയും എന്താണ്, ബാക്കിയുള്ള വെള്ളവും ഈ ത്രൂ ഔട്ട് ദ ബൗണ്ടറി അതിൽ ഒട്ടാനുള്ള ശ്രമം വരും. ആ റെസിസ്റ്റൻസ് ത്രൂ ഔട്ട് ഈ ഡിസ്റ്റൻസ് എന്താണ്, കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടുമ്പോഴാണ് എന്താണ് ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ ഉണ്ടാവുന്നത്. കാരണം ഇത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു വെലോസിറ്റി ഗ്രേഡിയന്റ് എക്സിസ്റ്റ് ചെയ്യും. ആ വെലോസിറ്റി ഗ്രേഡിയന്റ് എന്താണ്, ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഷിയർ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഷിയർ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ അതിന് എന്താണ്, അപ്പം കുറച്ചുകൂടെ വെലോസിറ്റി കുറയ്ക്കും, റിട്ടാർഡ് ചെയ്യും. അപ്പം അങ്ങനെ അവിടെ പിന്നെ അത് ഒട്ടാൻ തുടങ്ങും നമ്മുടെ ബൗണ്ടറിയിലോട്ട്. എന്നുവെച്ചാൽ പെട്ടെന്ന് അതെന്താണ് ലൈക്ക് 0 to u നമ്മുടെ വെലോസിറ്റി പോകത്തില്ല. പകരം കുറച്ചുകൂടെ പതുക്കെ ആയിരിക്കും പോകുന്ന. തിക്നെസ് ഓഫ് ഇത് കൂടും, ബൗണ്ടറി ലെയർ തിക്നെസ് കൂടും. അതിനെയാണ് നമ്മൾ ഗ്രോത്ത് ഓഫ് ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റി എന്താണ് നിയർ ദി ബൗണ്ടറി ലാമിനാർ ആയിരിക്കും. ഈവൻ ദോ നമ്മുടെ ഈ വ്യൂ ഇല്ലേ, നമ്മുടെ സ്ട്രീം വെലോസിറ്റി ടർബുലന്റ് ആണെങ്കിൽ പോലും പ്ലേറ്റിന്റെ അടുത്ത് അത് ലാമിനാർ ആയിരിക്കും അതിന്റെ ഫ്ലോ. കാരണം ആ ഒരു യു നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടല്ലേ എടുക്കുന്നത്. അപ്പൊ എന്താണ്, അടുത്ത് അത് ലാമിനാർ ആയിരിക്കും. അപ്പം AE എന്ന് പറയുന്നത് ഒരു ലാമിനാർ ഫ്ലോ ആണ്, അല്ലെങ്കിൽ ലാമിനാർ ബൗണ്ടറി ലെയർ എന്ന് പറയും. അപ്പം AE ഫോം ചെയ്യുന്ന എത്ര ഡിസ്റ്റൻസിനാണ് ഫോം ചെയ്യുന്നത്, AB ഡിസ്റ്റൻസിനല്ലേ AE എന്ന് പറഞ്ഞ ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നത്. ആ AB ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ ഉപയോഗിച്ചാണ് ആ AB ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ റെയ്നോൾഡ്സ് നമ്പർ ഇസ് ഈക്വൽ ടു U × x/μ. മ്യൂ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് വിസ്കോസിറ്റി, അത് നമുക്കറിയാം. സ്ട്രീം വെലോസിറ്റി U അറിയാം. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ ലീഡിങ് എഡ്ജ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ABയുടെ ഡിസ്റ്റൻസ്. ഇതൊട്ട് ഇതുവരെയാണ് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ. ആൻഡ് റെയ്നോൾഡ് നമ്പർ ലാമിനാർ ബൗണ്ടറി ലെയറിന് 5 × 10⁵ ആണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഏത് വരെയാണ് നമ്മുടെ ലാമിനാർ ബൗണ്ടറി ലെയർ എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടും. ഇതിനാണ് ലാമിനാർ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ലാമിനാർ ബൗണ്ടറി ലെയർ എന്താണ്, നമ്മുടെ കൂടുതലാണ് നമുക്ക് കിട്ടിയത്. ലൈക്ക് നമ്മുടെ തിക്നെസ് ഓഫ് നമുക്ക് അപ്ലൈ ചെയ്തപ്പോൾ എക്സ് എത്രത്തോളം ഡിസ്റ്റൻസ്, എനിക്കിപ്പോൾ എൻ്റെ ലാമിനാർ ബൗണ്ടറി ലെയർ ഞാൻ 5 × 10⁵ കൊടുത്തു, യുക്ക് ഒരു വാല്യൂ കൊടുത്തു, മ്യൂക്ക് ഒരു വാല്യൂ കൊടുത്തു. അപ്പം എനിക്ക് എക്സ് കിട്ടി. എക്സ് ആണ് എൻ്റെ ലാമിനാർ ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് A to B വരെ. ഇപ്പൊ എൻ്റെ പ്ലേറ്റിന്റെ ലെങ്ത് ഈ ABനെക്കാട്ടും കൂടുതലാണെങ്കിൽ എന്ന് പറയുമ്പോൾ ലാമിനാർ ബൗണ്ടറി ലെയറിനെക്കാട്ടും കൂടുതലാണെങ്കിൽ അങ്ങനെ വരുന്ന കേസസിലാണ് ടർബുലന്റ് ബൗണ്ടറി ലെയർ ഫോം ചെയ്യുന്നത്. കാരണം ഇത് ത്രൂ ഔട്ട് ചെയ്യുന്ന ലാമിനാർ ആയിട്ട് ഇതിന് പോകാൻ പറ്റത്തില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ എന്താണ്, അപ്പം വെള്ളം ഓൾറെഡി സ്ട്രീമിൽ ടർബുലന്റ് ആണെങ്കിൽ ആ തിക്നെസ്സിനെക്കാട്ടും ആ ലെങ്ത്തിനെക്കാട്ടും കൂടുതൽ നമ്മുടെ പ്ലേറ്റിന്റെ ലെങ്ത് ഉണ്ടെങ്കിൽ എന്താണ്, അത് ടർബുലന്റ് ആയിട്ട് മാറും കുറച്ച് കഴിയുമ്പോൾ. E to F ആ ലാമിനാർ ടു ടർബുലന്റ് ആവുന്ന ട്രാൻസിഷൻ സ്റ്റേജ് ആണ്. പിന്നെ F to G എപ്പോൾ എന്താണ്, ടർബുലന്റ് ബൗണ്ടറി ലെയർ ആയി. പിന്നെ ലാമിനാർ സബ് ലെയർ എന്ന് പറഞ്ഞാൽ ഈ ടർബുലന്റ് ലെയറിൽ തന്നെ ക്ലോസ് ടു ദ ബൗണ്ടറി ഒരു ലാമിനാർ ഫ്ലോ സംഭവിക്കുന്നുണ്ട്, ഭയങ്കര ക്ലോസ് ടു ദ ബൗണ്ടറി ആണ്. ആ ലെയറിനെയാണ് നമ്മൾ ലാമിനാർ സബ് ലെയർ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം നമ്മുടെ ബൗണ്ടറി ലെയർ വെച്ച് ഈ ലാമിനാർ ലെയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പാരാബോളിക് ആയിരിക്കണം എന്ന്. സപ്പോസിറ്റ്ലി അത് അങ്ങനെയാണ് ആവേണ്ടത്. ബട്ട് അത് ഭയങ്കര കുഞ്ഞു ലെയറിലായതുകൊണ്ട് നമ്മൾ ആ വെലോസിറ്റി അവിടെ ലീനിയർ വേരിയേഷൻ ആണ് എന്നാണ് എടുക്കുന്നത്, പാരാബോളിക് വേരിയേഷൻ അല്ല. അതിൻ്റെ അർത്ഥം എന്താണ്, വെലോസിറ്റി ഗ്രേഡിയന്റ് കോൺസ്റ്റന്റ് ആണ്. അതായിരുന്നു ഈ 3 കാര്യങ്ങളിൻ്റെ അകത്തുള്ളത്. എന്താണ്, ലാമിനാർ ബൗണ്ടറി ലെയർ, ടർബുലന്റ് ബൗണ്ടറി ലെയർ, ലാമിനാർ സബ് ലെയർ. ഞാൻ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് വായിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഓൺ വേർഡ്സിൽ അതിനെ എഴുതിയാൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് സെപ്പറേഷൻ ഓഫ് ബൗണ്ടറി ലെയർ നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ സോളിഡ് ബോഡീനെ നമ്മൾ വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തിൻ ലെയർ അതിന് ചുറ്റും ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. ഈ ലെയറിലാണ് നമ്മുടെ വെലോസിറ്റി എന്താണ് 0 to ഫ്രീ സ്ട്രീം വെലോസിറ്റി വരെ ഒരു വേരിയേഷൻ ഈ ഒരു ലെയറിലാണ് സംഭവിക്കുന്നത്.
അപ്പോൾ ഈ അലോങ് ദ ലെങ്ത് കൂടുന്നതനുസരിച്ച് എന്താണ് ഈ ബൗണ്ടറി ലെയറിന്റെ ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടത്. ലെങ്ത് കൂടുന്നതനുസരിച്ച് ബൗണ്ടറി ലെയറിന്റെ തിക്നെസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കൂടുതലും വെള്ളം എന്താണ് ഈ ബൗണ്ടറിയിലോട്ട് ഒട്ടാൻ ശ്രമിക്കും. അപ്പൊ എന്താണ് ഈ വെള്ളത്തിന്റെ കൈനറ്റിക് എനർജി സർഫസ് ഫ്രിക്ഷൻ അഗൈൻസ്റ്റ് വർക്ക് ചെയ്യണം. അപ്പൊ എന്താണ് അങ്ങനെ ഒട്ടിയാണ് ഈ സർഫസ് ഫ്രിക്ഷൻ അഗൈൻസ്റ്റ് വർക്ക് ചെയ്താണ് അത് ഒട്ടി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഈ വെള്ളത്തിന് ഈ കൈനറ്റിക് എനർജി കൊടുക്കാൻ പറ്റാതെ വരും. ലൈക്ക് സ്വന്തം കൈനറ്റിക് എനർജി കൊടുത്താണ് ആ സർഫസിലോട്ട് ഒട്ടുന്നത് ഫ്രിക്ഷൻ അഗൈൻസ്റ്റ്. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പം അതിന് ആ കൈനറ്റിക് എനർജി കൊടുക്കാതെ വരും. അങ്ങനെ വരുമ്പോൾ എന്താണ് വെലോസിറ്റി കുറയും. കൈനറ്റിക് എനർജി കൊടുക്കാൻ പറ്റില്ല, ഫ്ലൂവിന്റെ വെലോസിറ്റി കുറയും. അപ്പോൾ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പിന്നെ എന്താണ് വെള്ളം സോളിഡിലോട്ട് ഒട്ടൽ നിൽക്കും എന്ന് പറയുമ്പോൾ ബൗണ്ടറി ലെയർ പിന്നെ അത് ഫോം ചെയ്യത്തില്ല, അത് സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. അതിനെയാണ് നമ്മൾ സെപ്പറേഷൻ ഓഫ് ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത്. അതാണ് ഈ പറഞ്ഞേക്കുന്ന ഹോൾ കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നത്. ഐ ഹോപ്പ് മനസ്സിലായിന്ന്. നേരത്തെ പോലെ തന്നെ ബൗണ്ടറി ലെയറിൽ ഒട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു കൈനറ്റിക് എനർജിയുടെ ആവശ്യമുണ്ട്. അതിപ്പോൾ ത്രൂ ഔട്ട് ദ ലെങ്ത് ഈ ബൗണ്ടറി ലെയർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോഴെങ്കിൽ പിന്നെ അതിന് കൈനറ്റിക് എനർജി കൊടുക്കാൻ പറ്റാതാവും. അങ്ങനത്തെ കേസിൽ പിന്നെ അത് ഒട്ടൽ നിൽക്കും. ആ കേസിലാണ് സെപ്പറേഷൻ ഓഫ് ബൗണ്ടറി ലെയർ സംഭവിക്കുന്നത്. നമുക്കിനി സെപ്പറേഷൻ ഓഫ് ബൗണ്ടറി ലെയർ ഒരു കേർവ്ഡ് സർഫസിൻ്റെ അകത്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം ABC ഇവിടെ ബൗണ്ടറി ലെയർ ഫോം ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ബൗണ്ടറി ലെയർ തിക്നെസ് ഇങ്ങനെ കൂടിക്കൊണ്ട് പോവും. ആ സമയത്ത് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ബൗണ്ടറി ലെയറിൻ്റെ ഒക്കെ ഏരിയ കുറവാണ്. ഏരിയയിൽ അപ്പോൾ എന്താണ് വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. അങ്ങനെയാണ് പ്രഷർ ഗ്രേഡിയൻറ്റ് കുറയുന്നത്. അപ്പോൾ പ്രഷർ ഗ്രേഡിയൻറ്റ് നെഗറ്റീവാണ്. അങ്ങനെയാണ് A to B. ഇനി സിയിലെത്തുമ്പോൾ പ്രഷർ ഗ്രേഡിയൻറ്റ് ഏറ്റവും മിനിമം ആണ്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ പ്രഷർ ഗ്രേഡിയൻറ്റ് 0 ആയ നമ്മുടെ ബൗണ്ടറി ലെയർ സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. പ്രഷർ ഗ്രേഡിയൻറ്റ് നെഗറ്റീവ് ആയിരിക്കുന്ന ടൈം വരെ നമ്മുടെ ബൗണ്ടറി ലെയർ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കത്തുള്ളൂ. അപ്പം സിയിൽ മിനിമം ആയി. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്താണ് ബൗണ്ടറി ലെയർ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് തുടങ്ങും. കാരണം പ്രഷർ ആ സമയം കൂടാൻ പ്രഷർ പിന്നെ പ്രഷർ കൂടി തുടങ്ങി. പ്രഷർ S എത്തുമ്പോഴേക്കും പ്രഷർ ഗ്രേറ്റർ ദാൻ 0 ആയി. 0 ആവുന്ന സമയത്താണ് വെള്ളം എന്ത് ചെയ്തു പിന്നെ കൈനറ്റിക് എനർജി തന്നെ ഒട്ടാനില്ല. അപ്പം അത് റിവേഴ്സ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്ത് തുടങ്ങും. അപ്പം എന്താണ് ഫ്ലോ ടർബുലന്റ് ആവും. റിവേഴ്സ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്ത് കണ്ടോ ഇവിടെ വരെ വെള്ളം ഒട്ടി. പിന്നെ ഇത് റിവേഴ്സ് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്ത് തുടങ്ങും. പിന്നെ ഇവിടെ എന്താണ് വെള്ളം ഒട്ടുന്നില്ല, പകരം ഇങ്ങനെ കറങ്ങി പോകും. അപ്പോൾ ഇവിടെ ഒരു എഡീസ് ഫോം ചെയ്ത് അത് പോകും. ഇതാണ് സെപ്പറേഷൻ ഓഫ് ബൗണ്ടറി ലെയർ ഇൻ എ കർവ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഈ പറഞ്ഞ കാര്യം ഇതുപോലെ മലയാളത്തിൽ ഞാൻ പറഞ്ഞതിന് ഓൺ വേർഡ്സിൽ ഇംഗ്ലീഷിലാക്കിയാൽ മതി. ഇതാണ് സെപ്പറേഷൻ ഓഫ് ബൗണ്ടറി ലെയർ എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള മെത്തേഡ് ഓഫ് പ്രിവെൻറ്റിങ് ദ സെപ്പറേഷൻ ഓഫ് ബൗണ്ടറി ലെയർ ആണ്. അത് ഞാൻ ആ PDF ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 7 എണ്ണം ഈ ഒരു മെത്തേഡ്സ് ജസ്റ്റ് ഒരു മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കത്തുള്ളൂ. ഒരു 5 എണ്ണം എഴുതിയാൽ മതി. ഈ ഒരു മെത്തേഡ്സ് എല്ലാം എഴുതാം. ഇനി എന്തുകൊണ്ടാണ് പ്രിവെൻറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അവിടെ എഡീസ് ഫോം ചെയ്യും. അപ്പോൾ കുറേ എനർജി ലോസ് അവിടെ സംഭവിക്കും. അത് നമുക്ക് അൺഡിസൈറബിൾ ആണ്. അതിനകത്ത് നമ്മൾ ഈ മെത്തേഡ്സ് അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഈ മെത്തേഡ്സ് 5 എണ്ണം പഠിച്ചിരുന്നാൽ മതി. ഇത്രയായിരുന്നു നമുക്ക് ഈ മൊഡ്യൂളിലുള്ള തിയറി പോർഷൻ. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം.